ഹലോ ഗൈസ്, കൊട്ടല വേണേ ഒരാളിതാ അവിടെ അവധിക്കാലം ആഘോഷിക്കാനായിട്ട് ഇവരൊക്കെ വിരുന്ന് വന്നതാണ് ഗൈസ്, വിരുന്ന് വന്നതാണ്. സമയം 10:10 മണിയായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു അവധിക്കാലത്ത് അങ്ങനെ 2 മാസം ആഘോഷിക്കാനായിട്ട് സ്കൂൾ പൂട്ടിയത് ആഘോഷിക്കാനായിട്ട് ഞങ്ങളിത് അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെ വിരുന്നുകാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്, വീണ്ടും വരുന്നുണ്ട്, വീണ്ടും പോകുന്നുണ്ട്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ബിസിയിലാണ് കേട്ടോ. അങ്ങനെ ബിസീൻ്റെ ഇടയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായിരുന്നു ഇപ്പം നമ്മൾ വീഡിയോ ഇട്ട് നിർത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുന്നത്. അതിൻ്റെ പിറ്റേന്നത്തെ വീഡിയോസാണ് കേട്ടോ. മക്കൾ രണ്ടാളും ഇവിടെ ഉണ്ട്, അനിയത്തീൻ്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഓല് പോണ അന്നത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെയാണ്. ഒരു 3-4 ദിവസം നിന്നിട്ട് പോണ അന്നത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണാൻ പോണത് കേട്ടോ. ഇങ്ങനെ ഒരു ഡേട്ടി വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ദൈവങ്ങളെ. ഇങ്ങനത്തെ ഒരു ഡേട്ടി വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഈ പായ ഒന്നും മടക്കി വെച്ചിട്ടില്ല. സമയം പറയാണ്, ഈ 11 മണിയായി. 10:30 ആയപ്പോഴാണ് ബലൊക്കെ ഒന്ന് നീച്ചത്, അറിയാവോ? നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ അടുക്കള കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആരും അങ്ങനെ പ്രവർത്തിക്കില്ല. ഞാൻ തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തനം നടത്തുന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യം? ആകെ പുട്ടും ചായ, കുറേ പാത്രം കഴുകാനൊന്നുമില്ല, കുറച്ച് പാത്രമൊക്കെ കഴുകാനുള്ളൂ. നമുക്കിന്ന് പുട്ടായിരുന്നു. എന്താണ് ഞാൻ അങ്ങോട്ട് തലൻ്റെ ബാക്കിൽ കണ്ണുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങോട്ട് വാ. പുട്ടുണ്ട്, ചെറുപയർ കറിയുണ്ട്, കുറേ. എന്താ കുട്ടിയെ? കുറേ പാത്രം കഴുകാനുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ഓടുന്നത്. ഞങ്ങളെങ്ങോട്ടും വിരുന്ന് പോയിട്ടില്ലെങ്കിലും നമ്മളെ വീട്ടിൽ എപ്പോഴും വിരുന്നുകാരാണ് കേട്ടോ. ഒന്നെങ്കിൽ നമ്മൾ അച്ഛമ്മേൻ്റെ വീട്ടിലത്തോര്, അല്ലെങ്കിൽ അമ്മമ്മേൻ്റെ വീട്ടിലത്തോര്, മേമേൻ്റെ വീട്ടിലത്തോര്, ആരെങ്കിലും കുട്ടികളായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് പകുതി മുക്കാലും കുട്ടികളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത് പുഴയാണല്ലോ. അപ്പോൾ കാര്യമായിട്ട് അവർക്ക് മീൻ പിടിക്കാനും കുളിക്കാനൊക്കെയാണ് വരുന്നത്. അപ്പോൾ പുഴയൊന്നും ഇല്ലാത്തവർക്ക് അത് ഭയങ്കരമായിട്ട് ഒരു രസമാവൂലേ. അപ്പോൾ ഞങ്ങൾക്ക് പേടിയാട്ടോ. വരുമ്പത്തിൽ ഇങ്ങനെ എപ്പോഴും പുഴയിൽ പോയോണ്ടൊക്കെ നിൽക്കും. അപ്പോൾ ഭയങ്കര പേടിയാണ് കൊണ്ടുവരാനും പറയാൻ തന്നെ നമുക്ക് പേടിയാണ്. പറയാൻ പറ്റൂലല്ലോ, അവർക്കൊന്നും നീന്താനും കാര്യങ്ങൾക്കൊന്നും അത്ര കണ്ട് വശമില്ലാത്തതാണ്. അപ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷേ മക്കൾക്ക് ഇത് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഉത്സാഹമാണ്. സ്കൂൾ കൂട്ടാൻ നിൽക്കും ഇങ്ങോട്ട് വിരുന്ന് വരാനായിട്ട്. അപ്പോൾ മക്കൾ ഇന്ന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ 2 മക്കളും ഞങ്ങളപ്പം പോകുന്നു. വിഷു കഴിഞ്ഞാൽ പിന്നെ നമ്മളപ്പം പോകുന്നു. നമ്മൾ വീട്ടിലൊക്കെ പോയി കുറച്ച് ദിവസം നിന്നല്ലോ, കുറച്ച് ദിവസമല്ല 2 ദിവസം നിന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞേരെ മക്കൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 ദിവസം ഓല് ഇവിടെ നിന്ന്. ഇനി പോൽക്ക് ഇവിടെ സെൻഡ് ഓഫാണ്. ഇന്ന് ഓല് പോകും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഓല് പോകണം. പോവും. ഇന്നൊരു ബിരിയാണി കാച്ചാന്ന് വിചാരിച്ചു. അങ്ങനെ ബിരിയാണി പരിപാടിയാണ്. നമ്മൾ പുതിയ ചെമ്പാണ്. പുതിയ ചെമ്പിൽ വെക്കുമ്പോൾ നല്ലൊരു സന്തോഷം കിട്ടലുണ്ട് കേട്ടോ. നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ അറിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടില്ല. അങ്ങനെ എൻ്റെ പുതിയ ബിരിയാണി ചെമ്പിൽ ബിരിയാണി വെക്കുമ്പോഴേക്കും നല്ല സന്തോഷം കിട്ടലുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ബിരിയാണി ഇതിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് തോന ഉണ്ടാക്കി അനിയത്തിക്കും കൊടുത്തയക്കാലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ ഒരു ബിരിയാണി ഉണ്ടാക്കൽ തുടങ്ങുമ്പോൾ തന്നെ വിശപ്പ് തുടങ്ങിയോണ്ട് നിൽക്കൂലേ. അപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നുകൊണ്ട് നിൽക്കുകയാണ്. മക്കളൊക്കെ അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ആടി പറന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരെയും ആട്ടി വിട്ടാണ്ട് ഞാൻ അടുക്കളയിൽ തന്നെ. എനിക്ക് പിന്നെ ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ അടുക്കളയിൽ നിൽക്കണ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഞാൻ എടുക്കണതൊന്നും ഓലെടുക്കണമൊന്നും എനിക്ക് ശരിയായിട്ടാണ് കിട്ടൂല. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിൽ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കണതാണ് ഏറ്റവും ഇഷ്ടം. ഏറെക്കുറെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാവും വിചാരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അടുക്കള. പെട്ടെന്ന് നാശകൂശമാകുമ്പോൾ അതിനുള്ളൊരു ഭ്രാന്ത് വേറെ വരാനില്ലല്ലോ. അപ്പോൾ അടി കരിഞ്ഞ് അതൊന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. ബിരിയാണി അടിപൊളി കഴിക്കാരം കേട്ടോ. ബിരിയാണി ഉഷാറ് കഴിക്കാരം. അപ്പോൾ മക്കൾക്ക് ബിരിയാണി വെക്കാനുള്ളൊരു പരിപാടിയാണ്. ബിരിയാണി ആകണേന് മുന്നേ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഓടി പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്തോളൂ കേട്ടോ. ഹൈപ്പും കൂടി അടിക്കാൻ മറക്കണ്ട. ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഇപ്പോഴത്തെ പരിപാടി എന്താ ചോദിച്ചാൽ ഇപ്പോൾ ക്ലബിൻ്റെ വാർഷികം വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പരിപാടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഡാൻസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ബാക്കൊക്കെ നിന്നത്. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ ബിസിനസ് അങ്ങനെ നടക്കുന്നുണ്ട്.
അപ്പോൾ ആദ്യം നമ്മളൊരു 10 പീസുമേലാണ് തുടങ്ങിയിട്ടുള്ളത്, നൈറ്റി ബിറ്റുമേലാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ 15ആയി, 20ആയി, ഇപ്പോൾ 25, 30ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനിതാ പുതിയ സ്റ്റോക്ക് ഇറക്കുമ്പോൾ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വാട്സപ്പിൽ ഇട്ടാൽ മതി. അങ്ങനെ ബിരിയാണിയുടെ പരിപാടി ഏകദേശം ഇതാക്കണ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ദമ്മൊക്കെ ഇട്ട് സെറ്റപ്പാക്കി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചാണ്ടല്ലോ കുറച്ച് നേരം ദമ്മിൽ കിടന്നിട്ടാണ്ട് വേവട്ടെ. എന്നിട്ട് വേണം നമുക്ക് മക്കൾക്ക് ചോറ് കൊടുക്കാൻ. അപ്പോഴത്തേനും നോക്ക് അവൾക്ക് ആകപ്പാട് വിശന്ന് വല്ലഞ്ഞ് വയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ കൂടെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് മക്കൾ. അപ്പം ദമ്മിട്ട സ്ഥിതിക്ക് ഇനി ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ. നല്ല ചൂടുമുഖം വെയിലൊക്കെ ആണല്ലോ അല്ലേ. ഇപ്പം ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്തൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് നല്ല വെയിൽ, കാരണം നല്ല ചുട്ട് പൊള്ളുന്ന വെയിലാണ്. നമ്മളെ ഈ ഒരു അടുക്കളേൻ്റെ ഭാഗം, ഈ ബാത്റൂമിൻ്റെ ഭാഗമൊക്കെ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലാണ്, നല്ല ചൂടുമുഖയാണ്. അപ്പോൾ ആദ്യം വെള്ളം കുടിക്കാനാണ് കേട്ടോ. വെള്ളം നല്ലപോലെ കുടിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പം ഇതൊക്കെ പാടാക്കി വെച്ച് ആ ഒരു സമയം കൊണ്ട് ഇനി ഇവിടെ ഒന്ന് തുടച്ചിടട്ടെ കേട്ടോ. ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി തുടച്ചിട്ടാലാണ് സമാധാനം ഉണ്ടാകുകയുള്ളൂ. മക്കളെ വൈകുന്നേരത്തെ കൊണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ ആമി വന്നിട്ടുണ്ട്. ആമി എന്തൊക്കെയോ തോണ്ടിയാണ്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അടുക്കളപ്പണി ഏകദേശം കഴിഞ്ഞ് മക്കൾ ഇതാക്കണ അകത്തത്തെ പണിയൊക്കെ ഓലെടുത്തോളൂ കേട്ടോ. അടിച്ചു വാരൽ, തുടക്കൽ, തുണി മടക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഓൽക്കുള്ളതാണ്. എനിക്കില്ല പണി ഇതാക്കണ ചോറും കൂട്ടാൻ വെക്കുക, ഈ പാത്രങ്ങളൊക്കെ കഴുകുക, അത്തരം പണികളാണ് എനിക്കുള്ളത്. അതന്നെ മതിയല്ലോ എമ്പാടും. അപ്പോൾ ക്യാമറ പിടിക്കാനും തിരിക്കാനൊന്നും ആരും ഇല്ല, ഞാൻ തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാമറ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബിരിയാണി ഇതാക്കണം ആയിക്കോണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തുടച്ചിട്ട് കേട്ടോ. പിന്നെ അടിച്ചു വരാൻ അവിടെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ അടുക്കളയത്തെ ഏകദേശം പണികളും കഴിഞ്ഞ് വലിയൊരു ശ്വാസം വിട്ട് ഇവിടെ ഇരുന്നപ്പോഴാണ് കുറച്ചുകൂടി കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ വീട്ടിൽ ഇതാ നിറയെ കുട്ടികളുണ്ടാവും കേട്ടോ. എപ്പോഴും കുട്ടികളുണ്ടാവും. ഇത് ആമിയാണ്, സാസിക്കുണ്ട്, അമ്മോൻ്റെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ സാസിക്ക്. അപ്പോൾ ആമി വൈകേൻ്റെ അനിയത്തിയാണ്. ഇതൊക്കെ നമ്മളിതാക്കണ തൊട്ടടുത്തുള്ള അയലോക്കത്തും കാര്യങ്ങളൊക്കെ ഇല്ലതാണ്. ഓരോ ഇതാക്കണം എന്തൊക്കെയോ പറയിച്ച് കിറുക്കിയൊക്കെ ആണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോഴിക്കുട്ടികളുണ്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് നമുക്കൊരു 7 കോഴിക്കുട്ടികളുണ്ടാകുന്നത്. അല്ലെങ്കിൽ 3 ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഉണ്ടാവും. ഇപ്പം നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. ഈ വൈക്കോലിൻ്റെ ഇടയിൽ മുട്ടിട്ട് അവിടെ നിന്ന് തന്നെ വിരിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു 7 ആൾക്കാരുണ്ടായിട്ടുണ്ട്. 4 കറുപ്പും 2 വേറൊരു കളറും പിന്നെ ഒരു വെള്ള കളർ കേട്ടോ, ഒരു ചാര കളറുണ്ട് ഒന്ന്. അങ്ങനെ ഇവലെ ഈ ഒരു ഉണ്ടായിരുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഞാൻ ദമ്മൊന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് നേരം കൂടി നിൽക്കണം എന്ന് പൂതി ഉണ്ടായിരുന്നു. പക്ഷേ മക്കൾ നിൽക്കാൻ അയച്ചിട്ടില്ലായിരുന്നു കേട്ടോ. വേഗം വിളമ്പി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഞാൻ വേഗം ദമ്മൊക്കെ പൊട്ടിച്ച് ഇനി ഓൾക്ക് ചോറ് കൊടുക്കട്ടെ കേട്ടോ. സമയം ഇതാക്കണ 1 മണിയൊക്കെ ആയി തുടങ്ങണുള്ളൂ. അപ്പോഴത്തേനും ഓൾക്ക് തിരക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓൾക്കാണ്ട് ഇതാക്കട്ടെ. മക്കളാണ്, ചെറിയ മക്കളാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഓൾക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഓൾക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തിന്ന് തീർക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തിന്ന് തീർത്തിട്ട് എവിടെക്കോ പോകാനുള്ള ഒരു ധൃതി ഉണ്ടാവും. അങ്ങനെ ചോറും തിന്ന് നല്ല പള്ള നിറച്ചങ്ങോട്ട് ചോറും നേരെ പിന്നെ റബ്ബറിൽ പോയിരുന്നിട്ടോ. അകത്തിരുന്നിട്ട് ഭയങ്കര ചൂട്. അങ്ങനെ റബ്ബറിൽ പോയിരുന്നാണ്ട് കുറച്ച് നേരം ഒന്ന് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മളെ വീട്. അപ്പം കുറച്ച് ആൾക്കാരൊന്നും നമ്മളെ വീടൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലേ. അതാണ് നമ്മളെ ചെറിയൊരു സ്വർഗ്ഗരാജ്യം. ഇതൊക്കെ ചെറുത് എന്ന് പറയാനൊന്നുമില്ല, കുറച്ച് വലിയ വീട് തന്നെയാണ്. നമ്മളെ മനസ്സിൽ ഇത് വലിയൊരു വീടാണ് കേട്ടോ. നമ്മൾ വാടകപ്പുരയെന്നൊക്കെ തട്ടിക്കൊട്ടി പോകുന്നതില്ല, കയ്യിൽ ഇല്ല പൈസ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. 7,000 ഉറുപ്പ്യ 75,000 ഉറുപ്പ്യാണ് നമുക്ക് ബ്ലോക്കിൽ നിന്ന് പാസ്സായി. ബാക്കി ഇല്ലതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് തട്ടിക്കൂട്ടി നമ്മളെ പണ്ടൊക്കെ കൊണ്ടുവന്നത്. ഒരുപാട് പണ്ടം കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കല്യാണത്തിന് നമുക്കും കിട്ടിയെന്ന് പണ്ടങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു വീടാണ്. അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ രണ്ടാളാണ് ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ രണ്ടാളാണ് എപ്പോഴും വർത്തമാനം പറയാനും നിൽക്കുള്ളൂ. ഓൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനും ഓളും ഒരേപോലെയാണെന്ന് എല്ലാവരും പറയണത് കേട്ടോ. സ്വഭാവത്തിലൊന്നുമില്ല, പക്ഷേ അതിലാണ് ഇതാ റബ്ബറിന്ന് കുറച്ച് ഒച്ചയും വിളിയും കേട്ടത്.
പ്രേക്ഷകരായിരുന്നു ഇഷ, ലിയ, വൈഗ, അല്ലു, ആദിദേവ്, കുട്ടാപ്പി, അശ്മിക, റിതുൽ, മിത്ര, അമ്മ, പിന്നെ ഞാൻ എന്നിവരാണ് ഇതിനെ രക്ഷിച്ചത്. അപ്പോൾ മക്കൾ ഇതാക്കണം ഇപ്പോൾ ഒന്ന് കണ്ടുപിടിച്ചതാണ്. ഒരു 2-3-4 ദിവസമായി ആ കിണറ്റിൽ കിണർ പണി അവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ. പുതിയ കിണർ കുത്തുകയാണ്. അപ്പം അതിലൊരു നായ്ക്കുട്ടി ചാടി നിന്നിട്ട് അതിനെ രക്ഷപ്പെടുത്താനൊരു പരിപാടിയൊന്നുമല്ല, എല്ലാവരും കൂടി ചെയ്തു നിന്ന് ഏതായാലും രക്ഷപ്പെട്ടു. സൂര്യനിതാ പടിഞ്ഞാർക്ക് ഇതാ പോയി വരട്ടെട്ടോ എന്നും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഇന്നെ വിട്ടാൽ പെട്ടെന്ന് ഞാൻ പോകുന്നില്ല, ആ ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ കാണാനായിട്ട്. റബ്ബറിൻ്റെ മേലേക്ക് ഇങ്ങനെ നല്ല കാറ്റാടിയുണ്ട്, നല്ല സുഖമാണ് ഇരിക്കാനായിട്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് പുഴയേക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒരു ദിവസത്തിൽ നടത്തം തന്നെയാണ്. ഒന്നാമത് നമുക്കൊരു വൈകുന്നേരത്തിന് ചോറും കാര്യങ്ങളൊന്നും വെക്കൊന്നും വേണ്ട, അതുകൊണ്ടാണ് ഈ ഒരു നടത്തം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ പഞ്ചായത്തിൻ്റെ വക അവിടെ ഒരു കെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പുഴൻ്റെ കുറുകെ ഒരു കെട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തടയണ പോലെയാണ് കെട്ടിയിട്ടുള്ളത്. പൊതുവേ നമുക്ക് ജലക്ഷാമം വല്ലാതെ അങ്ങോട്ട് വരലില്ല. ഒന്നാമത് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആയിക്കാരം ജലക്ഷാമം വല്ലാതെ വരലില്ല. എന്നാലും ഒരു സേഫ്റ്റിക്കായിട്ട് നമ്മൾ ഇതാക്കണ് ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പഞ്ചായത്തിൻ്റെ വക തൊഴിലുറപ്പുകാരും കാര്യങ്ങളൊക്കെ കെട്ടിയതാണ്. അപ്പോൾ അക്കരന്ന് പുഴയിൽ കൂടെ ഇതാക്കണ് തോണിയിൽ പുല്ലൊക്കെ കൊണ്ടുവരുന്നുണ്ടോ നമ്മൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പറയൂലേ പക്കാ നാട്ടിൻപുറമാണെന്നല്ലേ. സത്യമാട്ടോ, ഇത് നമ്മൾ ഒരു പക്കാ നാട്ടിൻപുറത്തിൽ ആ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം ഇവിടെ കെട്ട് വന്നപ്പോഴുണ്ടല്ലോ കുട്ടികൾക്ക് വെള്ളം കുറവാണ്, അപ്പുറം ഇപ്പുറമൊക്കെ വെള്ളം കുറവാണ്. കുട്ടികൾക്കും തന്നെ കളിക്കാനായിട്ട് നല്ല സുഖം. ഇതൊക്കെ നമ്മളെ നാട്ടുകാർ തന്നെയാണ് കേട്ടോ. നല്ല രസം. കുറച്ച് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇത് കാണുന്നതൊക്കെ. അപ്പോൾ കെട്ടിൻ്റെ അപ്പുറം ഇതാക്കണത് നല്ല പോലെ വെള്ളമുണ്ട്, ഇപ്പുറത്ത് കൂടെ കുറച്ച് കമ്മിയാണ്. എന്നാലും നമുക്ക് വല്ലാതെ വെള്ളക്ഷാമം കാര്യങ്ങളൊന്നും വന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മളെ ചാലിയാർ പുഴ കേട്ടോ. മമ്പാട് കൂടെ അങ്ങനെ ആണ് ഒഴുകുന്നത്. മമ്പാടാണ് നമ്മൾ സ്ഥലമുള്ളത്. അപ്പോൾ ഇതാണ് ചാലിയാർ പുഴ ഉള്ളത്. എല്ലാവരും ഈ ഒരു കെട്ട് കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ കുളിക്കാനും തിരുമ്പാനും പശുവിനെ കഴുകാനും അങ്ങനെ എല്ലാ പരിപാടിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇതൊക്കെ നല്ല സന്തോഷമാവില്ല കാണാനായിട്ട്. ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാനത് സമർപ്പിക്കുന്നത് കേട്ടോ. നമ്മളെ നാടിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ. മഴയും കൂടി ഇന്ന് വന്നാൽ പിന്നെ ചോലയിലും കാര്യങ്ങളൊക്കെ വെള്ളമായി. പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിലേറെ വെള്ളമാണ്. പുഴയിൽ പിന്നെ പറയൊന്നും വേണ്ട. ചിലപ്പം എന്താണ് വീട്ടിലൊക്കെ വരാൻ പാകത്തിന് വെള്ളമൊക്കെ ഉണ്ടായാലുണ്ട് കേട്ടോ. ജലക്ഷാമല്ല, അതാണ് വല്ലാത്തൊരു ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യം അതാണല്ലോ. വെള്ളത്തിന് മുട്ടുണ്ടാകരുതല്ലോ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏതായാലും പ്രാർത്ഥന ഇല്ല. മക്കൾക്ക് ഏതായാലും സന്തോഷമായിട്ടുണ്ട്. പക്ഷേ അച്ഛനും അമ്മയും ആരെങ്കിലുമൊക്കെ ഒപ്പമാണ് കേട്ടോ. മക്കളൊക്കെ വരുന്ന ഒറ്റക്കൊന്നും വരുന്നില്ല. അത് നമ്മൾ നോക്കണമല്ലോ, നമ്മളെ മക്കളെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കെട്ടിൻ്റെ കാര്യത്തിൽ ഏതായാലും മക്കളൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. കെട്ട് ഇതാക്കണ ഒരു വിധം പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ആയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളെ നാടും എല്ലാ വീട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞു, നാട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മളെ പുഴ കാണിച്ചു തന്നു. ഒക്കെ പാടൊരു സന്തോഷം അയക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ വൈകുന്നേരത്തെ ഒരു പുഴൻ്റെ വ്യൂ ഉള്ളത്. കുറേ ആൾക്കാരുണ്ടായാലുണ്ട്. അപ്പോൾ ഏതായാലും ടാറ്റാ ബൈ ബൈ, സീ യു.